കഥ ആരംഭിക്കുന്നത് നീസ എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. നീസ ആ സമയം കോളേജിൽ പഠിക്കുകയായിരുന്നു. സമറാങ് എന്ന പേരുള്ള നഗരത്തിലാണ് അവൾ ജീവിക്കുന്നത്. ഒരു സിമ്പിൾ ക്യാമ്പസ് ആയിരുന്നു അവളുടേത്. മാൻഡ എന്ന പേരുള്ള ഒരു അടുത്ത സുഹൃത്തും അവൾക്ക് കോളേജിലുണ്ടായിരുന്നു. ഒരു ദിവസം കോളേജിൽ ആരിസ് എന്ന പേരുള്ള പുതിയൊരു ലെക്ചറർ എത്തി. അവളുടെ ക്ലാസ്സിലെ സോഷ്യോളജി വിഷയത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി എത്തിയതായിരുന്നു ആരിസ്. സ്കോളർഷിപ്പ് കിട്ടി വിദേശത്തൊക്കെ പഠനം പൂർത്തിയാക്കി വന്ന മികച്ചൊരു അധ്യാപകനായിരുന്നു അദ്ദേഹം. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ മികച്ച സ്വഭാവം കൊണ്ടും വിനയം കൊണ്ടും എല്ലാം തന്നെ കുട്ടികളുടെ ഇടയിൽ വലിയൊരു സ്ഥാനം ആരിസ് നേടിയെടുത്തു. പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കിടയിൽ വലിയൊരു ഫാൻ ബേസ് തന്നെ ആരിസ് മാഷിനുണ്ടായിരുന്നു. നാളുകൾ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നു. ആരിസും നിസയും ഒരുപാട് തവണ അടുത്തടുത്ത് കണ്ടു. അവരുടെ പരിചയം സൗഹൃദമായി വളർന്നു. ഒരു ദിവസം നിസ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് മഴ പെയ്യാൻ തുടങ്ങിയത്. പെട്ടെന്ന് തന്നെ ആരിസ് അകത്തേ കൂടി. ഒരു കുടയെടുക്കാനായിരുന്നു അത്. നിസ നനഞ്ഞു പോകണ്ടല്ലോ എന്നായിരുന്നു ആരിസ് ചിന്തിച്ചത്. ആ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക് പിന്നിൽ പോലും ആരിസിന്റെ മനസ്സിലെ ഇഷ്ടവും സ്നേഹവും പ്രകടമാകുന്നുണ്ടായിരുന്നു. തന്നോട് കാണിക്കുന്ന കെയറും ശ്രദ്ധയും എല്ലാം തന്നെ നിസയെയും ആരിസിനോട് കൂടുതൽ അടുപ്പിച്ചു. അധികം വൈകാതെ ഒരു അധ്യാപകൻ വിദ്യാർത്ഥിനി ബന്ധത്തിൽ നിന്ന് അവരുടെ ബന്ധം ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലേക്ക് മാറി. വൈകാതെ ഒരു ദിവസം നിസയുടെ കുടുംബത്തെ കാണുവാൻ ആരിസ് ചെന്നു. സലാറ്റിക എന്ന് പറയുന്ന ഇടത്തായിരുന്നു അവളുടെ വീട്. അവിടെ വെച്ചിട്ടാണ് ആരിസ് ആദ്യമായി റാണിയെ കാണുന്നത്. റാണി എന്ന സ്കൂളിൽ പഠിക്കുകയായിരുന്നു. നിസയുടെയും റാണിയുടെയും പിതാവ് റാണിക്ക് 5 വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടതാണ്. നിസയുടെ ഉമ്മയുടെ അഭിപ്രായപ്രകാരം ഒരു വാപ്പയുടെ നിർദ്ദേശങ്ങളോ നേർവഴിക്ക് നടത്തലോ ഒന്നുമില്ലാതെ വളർന്ന റാണി പോയിൽഡായ ഡിപ്പെൻഡന്റ് ആയ ഒരു കുട്ടിയായി മാറി. മറുവശത്ത് നിസയാകട്ടെ ഇൻഡിപെൻഡന്റ് ആയി. ചെറുപ്പകാലം തൊട്ടേ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അവൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിസയ്ക്ക് ബേക്കിങ്ങും ഏറെ ഇഷ്ടമായിരുന്നു. അവൾക്കതിൽ മികച്ചൊരു ടാലന്റ് തന്നെയുണ്ട്. അത് വലിയൊരു ബിസിനസ് ആക്കി മാറ്റണം എന്നാണ് നിസയുടെ ആഗ്രഹം. അവളുണ്ടാക്കിയ ബേക്കിംഗ് ഐറ്റംസ് രുചിച്ച ആരിസും പറഞ്ഞു അവളുടെ സ്വപ്നത്തിന് താൻ പൂർണ്ണ പിന്തുണ നൽകും. അവരുടെ റിലേഷൻഷിപ്പ് കൂടുതൽ സീരിയസ് ആയി മാറി. ഒടുവിൽ ഉചിതമായ സമയത്ത് ആരിസ് എത്തി നിസയുടെ ഉമ്മയോട് അവളെ തനിക്ക് വിവാഹം ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. എല്ലാം നിസയുടെ തീരുമാനമാണ് എന്നായിരുന്നു ഉമ്മയുടെ മറുപടി. നിസയ്ക്ക് സമ്മതമാണല്ലോ. അധികം വൈകാതെ മനോഹരമായ രീതിയിൽ അവരുടെ വിവാഹം നടന്നു. വിവാഹത്തിന്റെ ഉടമ്പടികൾ ആത്മാർത്ഥമായി താൻ പാലിക്കുമെന്നും ഒരിക്കലും ഒന്നും താൻ തെറ്റിക്കില്ലെന്നും സന്തോഷത്തോടെ മുമ്പോട്ട് ജീവിക്കുമെന്നും ആരിസ് നിസയ്ക്കും നിസയുടെ മാതാവിനും വാഗ്ദാനം ചെയ്തു. അങ്ങനെ നാളുകൾ മുമ്പോട്ടേക്ക് പോയി. നല്ലൊരു കുടുംബമായി അവർ ജീവിച്ചുകൊണ്ടിരുന്നു. സമറാങ്ങിലായിരുന്നു അവരുടെ ജീവിതം അവർ കെട്ടിപ്പടുത്തത്. വർഷങ്ങൾക്കിപ്പുറം അവർക്ക് റയ എന്ന പേരുള്ള സുന്ദരിയായ ഒരു മകളുണ്ട്. അവളിപ്പോൾ കിൻഡർ ഗാർഡനിൽ പോയിക്കൊണ്ടിരിക്കുന്നു. സന്തുഷ്ട കുടുംബം, സമാധാനവും എങ്ങും മലയടിക്കുന്നു. ആരിസ് ഒരു ഭർത്താവെന്നും അച്ഛനെന്നും ഉള്ള രീതിയിൽ തന്റെ ഉത്തരവാദിത്തങ്ങൾ മികച്ച രീതിയിൽ മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നു. നിസയും മോശമല്ല. തന്റെ കർത്തവ്യങ്ങൾ ഏറെ ഭംഗിയായി അവൾ നിറവേറ്റുന്നു. മതാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് അവരുടെ ജീവിതം സന്തോഷത്തോടെ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കാൻ ഒരു ദിവസം നിസയ്ക്ക് ഉമ്മയുടെ കോൾ വരുന്നത്. റാണി വൈകാതെ സമറാങ്ങിലേക്ക് മാറുകയാണ്. അവിടുത്തെ കോളേജിലാണ് അവൾക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. അവിടെ ഹോസ്റ്റലിൽ തങ്ങി ഒറ്റയ്ക്ക് നിന്ന് പഠിക്കണം. അതിന്റെ ഒരു ആശങ്ക വല്ലാതെ ഉമ്മയ്ക്കുണ്ട്. ഉമ്മ അക്കാര്യം നിസയോട് ചോദിച്ചു. അവളെ അങ്ങനെ ഹോസ്റ്റലിൽ നിർത്താതെ നിന്റെ കൂടെ നിന്റെ വീട്ടിൽ നിർത്താമോ? അതാവുമ്പോൾ അവൾ ഫാമിലിയുടെ കൂടി ആയിരിക്കുമല്ലോ. അവൾ സുരക്ഷിതയുമായിരിക്കും. നല്ലൊരു മകളെന്ന രീതിയിൽ ഉമ്മയുടെ ആവശ്യം ഒറ്റയടിക്ക് നിരസിക്കാൻ നിസയ്ക്ക് പറ്റുമായിരുന്നില്ല. ഒറ്റയടിക്ക് അംഗീകരിക്കാനും പറ്റില്ല. തന്റെ ഭർത്താവിനോട് കൂടി അനുവാദം ചോദിക്കണം. നിസ ആരിസിനോട് കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു. ആരിസിന് ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. നിസയ്ക്കും കുടുംബത്തിനും അതുകൊണ്ട് നല്ലതാണ് വരുന്നതെങ്കിൽ അത്തരത്തിൽ തന്നെ പ്രവർത്തിക്കൂ എന്നായിരുന്നു ആരിസ് പറഞ്ഞത്. ഒന്നുമില്ലെങ്കിലും റാണി ഒരു ഔട്ട്സൈഡർ ഒന്നുമല്ലല്ലോ. റാണി നമ്മുടെ അനിയത്തിയല്ലേ. അവള് നമ്മുടെ വീട്ടിലേക്ക് വന്ന എന്ത് സംഭവിക്കാനാ എന്നും ആരിസ് കൂട്ടിച്ചേർത്തിരുന്നു. നിസക്ക് വളരെയധികം സന്തോഷമായി. തന്റെ ഭർത്താവ് തന്നെ എത്രയേറെ മനസ്സിലാക്കുന്നു എന്നവൾക്ക് തോന്നി. അധികം വൈകാതെ ആരിസും നിസയും സലാറ്റികയിലേക്ക് പുറപ്പെട്ടു. റാണിയെ തങ്ങളുടെ കൂടെ കൂട്ടിക്കൊണ്ടു വരലായിരുന്നു അവളുടെ ലക്ഷ്യം. ഇറങ്ങുന്നതിന് മുമ്പ് ഉമ്മ റാണിയോട് അവസാനമായി ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. അവിടെ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഇത്താത്ത പറയുന്നതൊക്കെ അനുസരിച്ചേക്കണം. ഇത്താത്തയ്ക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കിയേക്കരുത്. റാണിയെ കൊണ്ടുപോവാൻ സമ്മതിച്ചതിന് ഉമ്മ നിസയോട് നന്ദി പറഞ്ഞു. കൂട്ടത്തിൽ ആരിസിന് അടുക്കലും ആ സന്തോഷം അറിയിച്ചു. യാത്രാമധ്യേ നിസ റാണിയോട് സംസാരിച്ചു. സമറാങ് ഒരു നഗരമാണെന്നും സൂക്ഷിക്കണമെന്നും കൂടുതൽ കരുതലോടെ
ജീവിക്കണം എന്നും റാണിയെ അവൾ ഉണർത്തി. വീട്ടിലേക്ക് എത്തിയതും അവിടുത്തെ സൗകര്യങ്ങളും മറ്റും കണ്ട് റാണി അതിശയിച്ചു തന്നെ പോയിരുന്നു. അതിമനോഹരമായൊരു റൂമായിരുന്നു റാണിക്കായി നിസ ഒരുക്കിയിരുന്നത്. തന്റെ സഹോദരി തന്റെ വീട്ടിലെത്തുമ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ ജീവിക്കണമെന്നും അവൾക്കെല്ലാ സൗകര്യവും കിട്ടണം എന്നും നിസ ആഗ്രഹിച്ചിരുന്നു. റാണി പഠിക്കാനായി ചേർന്നിരുന്നത് ആരിസ് വർക്ക് ചെയ്യുന്ന അതേ ക്യാമ്പസിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് ക്യാമ്പസിലേക്ക് പോകുമ്പോ ആരിസിനൊപ്പം പോകാൻ നിസ റാണിയോട് പറഞ്ഞു. റാണി ആദ്യം അതിന് മടിച്ചെങ്കിലും നിസ നിർബന്ധിച്ചപ്പോ അവൾ അതിന് തയ്യാറായി. അങ്ങനെ ആരിസിന്റെ വണ്ടിയിലാണ് റാണി ആദ്യമായി കോളേജിലെത്തുന്നത്. മറുവശത്ത് നിസയാകട്ടെ തന്റെ ബേക്കിംഗ് പരിപാടികളുമായി മുമ്പോട്ടേക്ക് പോയിരുന്നു. തന്റെ അടുത്ത സുഹൃത്തായ മാൻഡയുടെ കൂട്ടത്തിൽ അവളൊരു ബേക്കറി തുടങ്ങി. ലജി റൊട്ടി എന്നായിരുന്നു അതിന് പേരിട്ടത്. അന്ന് വൈകുന്നേരം റാണി വ്യത്യസ്തമായ ഒരു കാഴ്ച കണ്ടു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പാത്രങ്ങൾ കഴുകി വെക്കുന്നത് ആരിസാണ്. റാണി അതിനെപ്പറ്റി അതിശയത്തോടെ നിസയോട് ചോദിച്ചു. നിസ പറഞ്ഞു, ആരിസ് എപ്പോഴും ഇങ്ങനാണ്. നമ്മുടെ വാപ്പയും വീട്ടിൽ പാത്രം കഴുകുമായിരുന്നില്ലേ? റാണിയും അത് ഓർത്തെടുത്തു. ശരിയാണെന്ന് പറഞ്ഞു. ആ സമയം നിസ കൂട്ടിച്ചേർത്തു, ചില സമയത്തൊക്കെ നമ്മുടെ വാപ്പയുടെ ചില സാമ്യതകൾ ആരിസിൽ ഞാൻ നോക്കിക്കാണാറുണ്ട്. അടുത്തൊരു ദിവസം രാത്രിയിൽ ദാഹിച്ചപ്പോ വെള്ളം കുടിക്കാൻ ആരിസ് കിച്ചണിലേക്ക് വന്നു. അന്നായിരുന്നു അപ്രതീക്ഷിതമായത് സംഭവിച്ചത്. എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാകും എന്ന് കരുതി നൈറ്റ് ഡ്രസ്സും ധരിച്ചിട്ടായിരുന്നു റാണി അടുക്കളയിലേക്ക് വന്നത്. അർദ്ധനഗ്നയായി അവളെ കണ്ടതും ആരിസ് ഒന്ന് ഞെട്ടിത്തെറിച്ചു നിന്ന് പോയി. പെട്ടെന്ന് ഒരു ഷോക്ക് റാണിക്കും സംഭവിച്ചെങ്കിലും അവൾ മുറിയിലേക്ക് തിരികെയോടി. എന്നിരുന്നാലും ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ അടുത്ത ദിവസവും അവർ മുമ്പോട്ടേക്ക് പോയി. ആരിസ് ആയിരുന്നു കോളേജിൽ റാണിയുടെ സോഷ്യോളജി ലെക്ചറർ. ഇടവേളയിൽ കഫറ്റീരിയയിൽ റാണി കൂട്ടുകാർക്കൊപ്പം ഇരിക്കുമ്പോൾ ഒരു സംഭവമുണ്ടായി. ആരിസ് എത്ര സ്മാർട്ടും ഇന്റലിജന്റുമാണ് എന്ന മട്ടിലൊക്കെ കൂട്ടുകാർ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനൊപ്പം ഒരേ വീട്ടിൽ ഇങ്ങനെ താമസിക്കുമ്പോ എങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്ന് കൂട്ടുകാർ റാണിയോട് ചോദിച്ചു. അവരങ്ങനെ സംസാരിച്ചിരിക്കെ സീനിയർ സ്റ്റുഡന്റായ ഞാൻ അങ്ങോട്ടേക്ക് വന്നു. റാണിയുടെ സുഹൃത്തിന്റെ തോളത്തൊക്കെ കൈയിട്ട് അവളെ ഉപദ്രവിക്കുന്ന രീതിയിൽ അവൻ പെരുമാറാൻ തുടങ്ങി. റാണി അതിനെതിരെ പ്രതികരിച്ചു. റാണി പ്രതികരിച്ചപ്പോ അവൻ റാണിയുടെ മേൽ കൈവയ്ക്കാൻ തുടങ്ങി. റാണിയാകട്ടെ ഫോണിൽ അതൊക്കെ ഷൂട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് യാനെ ഭീഷണിപ്പെടുത്തി. ഇതെല്ലാം ദൂരെ നിന്ന് ആരിസ് നോക്കിക്കണ്ടിരുന്നു. അന്ന് രാത്രിയിൽ ആരിസ് നിസയെയും റാണിയെയും മകളെയും കൂട്ടി ഒരു ഡിന്നറിന് പോയി. അവിടെ വെച്ച് ഏറെ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ കോളേജിൽ നടന്ന സംഭവത്തെപ്പറ്റി ആരിസ് റാണിയോട് ചോദിച്ചു. പിന്നാലെ പറഞ്ഞു, ഇനിമേൽ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടായാൽ ഉടൻ എന്റെ അടുക്കൽ വന്ന് റിപ്പോർട്ട് ചെയ്യണം. നീ അങ്ങനെ ഒറ്റയ്ക്ക് പ്രതികരിക്കാനോ ഇവരുടെ ഇടയിൽപ്പെട്ട് സഫർ ചെയ്യാനോ നിൽക്കണ്ട, ഞാൻ അവിടെയുണ്ട്. ആരിസിന്റെ പെരുമാറ്റവും കുടുംബത്തോടുള്ള സ്നേഹവും ഇത്തരത്തിലുള്ള കെയറിങ്ങും ഒക്കെ ആയപ്പോൾ റാണിക്ക് ആരിസിനോട് വലിയ ആരാധന തന്നെ തോന്നാൻ തുടങ്ങി. സംസാരമധ്യേ നിസ പോലും റാണിയോട് പറഞ്ഞു, നീ ഒരു പാർട്ട്ണറെ കണ്ടെത്താൻ നോക്കുന്നുണ്ടെങ്കിൽ ആരിസിനെ പോലെ ഒരാളെ വേണം കണ്ടെത്തുവാൻ. അടുത്ത ദിവസം റാണി കുളിക്കുകയായിരുന്നു. കുളിക്കുന്നതിനിടയിൽ തലേ ദിവസം അർദ്ധനഗ്നയായി തന്നെ ആരിസ് കണ്ട കാര്യത്തെപ്പറ്റി അവൾ ആലോചിച്ചു. അവൾക്കൊരു വല്ലായ്മ തോന്നി. ഷവർ തുറക്കാൻ വേണ്ടി വലിച്ചതും അബദ്ധത്തിൽ അവൾ ആ ഷവർ ഹെഡ് ബ്രേക്ക് ചെയ്തു. അതോടെ വെള്ളം വരുന്നതും നിന്നു. അവളാകെ സോപ്പ് ശരീരത്തിൽ പുതച്ചു നിൽക്കുകയാണ്. വേഗത്തിൽ ടർക്കിയെടുത്ത് ചുറ്റി അവൾ പുറത്തിറങ്ങി. ആരിസിന്റെ മകൾ റേയുടെ ബാത്റൂമിലേക്ക് ചെന്ന് അവിടുത്തെ ഷവറിൽ കുളിച്ച് വൃത്തിയാക്കാം എന്ന് ചിന്തിച്ച് അവൾ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ മുറിയിലെത്തി അവൾ കുളിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ഉറങ്ങിയ റേയുമായി ആരിസ് അങ്ങോട്ടേക്ക് എത്തുന്നത്. ഉറങ്ങിയ മകളെ കട്ടിലിൽ കിടത്തി അവിടെ നിന്നിറങ്ങാൻ വേണ്ടി ആരിസ് ഒരുങ്ങുകയായിരുന്നു. ഈ സമയത്താണ് മുറിയിൽ മറ്റാരുമില്ലെന്ന് ചിന്തിച്ച് കുളി കഴിഞ്ഞ് ടർക്കിയും ഉടുത്തുകൊണ്ട് റാണി പുറത്തേക്കിറങ്ങുന്നത്. റാണിയും ആരിസും പരസ്പരം നോക്കിക്കണ്ടു. വല്ലാത്തൊരു നിമിഷം അവർക്കിടയിൽ സംഭവിച്ചു. ബാത്റൂം ഡോർ തുറന്ന് അകത്തേക്ക് കിടക്കാൻ റാണി നോക്കിയെങ്കിലും അത് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എന്തോ ലോക്കായി പോയി. വല്ലാത്തൊരു ഓക്വാർഡ്നസ്. ഇരുവരും വേഗത്തിൽ അവിടെ നിന്ന് മാറി. അടുത്ത ദിവസം ക്യാമ്പസിലെത്തിയ റാണി ക്യാമ്പസ് സമയം കഴിയുന്ന സമയമായപ്പോ ലൈബ്രറിയിൽ പോയിരുന്നു. അവൾക്ക് കുറച്ചു കാര്യങ്ങൾ റിസർച്ച് ചെയ്യാനുണ്ടായിരുന്നു. ലൈബ്രറിയിലൂടെ അവൾ ബുക്ക് നോക്കി നടക്കുമ്പോ പെട്ടെന്ന് അവിടുത്തെ പവർ ഓഫ് ആയി. സീനിയേഴ്സായ ഒരു സംഘം ചെറുപ്പക്കാർ അങ്ങോട്ടേക്ക് കടന്നു വരികയും റാണിയെ പിടികൂടി ഉപദ്രവിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. കഴിഞ്ഞൊരു ദിവസം അവൾ യാനിനും സംഘത്തിനുമെതിരെ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് പ്രതികരിച്ചിരുന്നല്ലോ. അതിനുള്ള പ്രതികാര നടപടിയായിരുന്നു അത്. അവർ പിടിച്ചു വെക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാനും കുതിക്കാനുമൊക്കെ അവൾ ശ്രമിച്ചു. പക്ഷേ അവർ ബലം പ്രയോഗിക്കുമ്പോൾ അവൾക്ക് കീഴടങ്ങുകയല്ലാതെ വഴിയില്ലായിരുന്നു. ഭാഗ്യവശാൽ അവളുണ്ടാക്കിയ ഒച്ചയും മറ്റും കോളേജിൽ നിന്ന് ഇറങ്ങാൻ നിന്ന ആരിസിന്റെ ചെവിയിലെത്തി. ആരിസ് ഓടി ശബ്ദം കേൾക്കുന്നിടത്തേക്ക് വന്നു. യാനെയും സംഘത്തെയും അടിച്ചോടിച്ചു. റാണിയെ രക്ഷപ്പെടുത്തി. ഭയന്ന റാണി വേഗത്തിൽ അവിടെ നിന്ന് പുറത്തേക്ക് ഓടിയിരുന്നു. ആരിസ് അവളുടെ പിന്നാലെ ഓടി. ഒടുവിൽ മഴയിലെ കോടിയിറങ്ങി അവളെ പിടിച്ചു നിർത്തി ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ച് ആരിസ് കാറിലേക്ക് കയറ്റി. കാറിനകത്ത് കയറിയിട്ടും അവൾ വല്ലാതെ അസ്വസ്ഥയായിരുന്നു. ആരിസ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ആശ്വസിപ്പിക്കുന്നതിനിടയിൽ ഇരുവരും അടുത്തടുത്ത് വന്നു. അവരുടെ മുഖം ഒരു ചുംബനത്തിനെന്ന പോലെ അടുത്തു. ആകസ്മികമായി ഉണ്ടായ ആ ഒരു അടുത്തിരിക്കൽ, അത്രയും ചേർന്നു വരൽ അവരിൽ വല്ലാത്തൊരു
അൺകംഫോർട്ടബിൾ അവസ്ഥയുണ്ടാക്കി. വേഗത്തിൽ രണ്ടാളും രണ്ടു വശത്തേക്ക് മാറി. യാത്രയ്ക്കൊടുവിൽ തിരികെ വീട്ടിലെത്തിയപ്പോഴും അവരിലെ ആ വല്ലായ്മ പോയിരുന്നില്ല. വീട്ടിലെത്തിയതും റാണി വേഗം തന്റെ മുറിയിലേക്ക് ഓടിപ്പോയി. എന്താ സംഭവിച്ചത് എന്നതൊക്കെ കണ്ട് നിസ ചോദിച്ചു. നടന്ന കാര്യങ്ങൾ ആരിസ് വിശദീകരിച്ചു. യാനും സംഘവും അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും താൻ ചെന്നവളെ രക്ഷപ്പെടുത്തിയതും. ഏറ്റുമുട്ടലിൽ ആരിസിന്റെ കയ്യിലൊക്കെ പരിക്ക് പറ്റിയിരുന്നു. നിസ അദ്ദേഹത്തിന് മരുന്ന് വെച്ചു കൊടുത്തു. ആ സമയം തന്റെ സഹോദരിയെ രക്ഷപ്പെടുത്തിയതിനും സംരക്ഷിച്ചതിനും ആരിസിനോട് അവൾ നന്ദി അറിയിച്ചു. പക്ഷെ അന്ന് രാത്രിയിൽ റാണിക്കോ ആരിസിനോ ഉറങ്ങാൻ സാധിച്ചില്ല. കാറിൽ അവർ അടുത്തടുത്ത് വന്നത് അവർക്കിടയിൽ ഒരു ചുംബനം സംഭവിക്കാൻ പോയത് അതാലോചിച്ച് ഇരുവർക്കും ഉറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം യൂണിവേഴ്സിറ്റി കൃത്യമായ ആക്ഷൻ എടുത്തു. യാനിനെയും സംഘത്തെയും കോളേജിൽ നിന്ന് പുറത്താക്കി. നിയമ നടപടികളുമായി മുമ്പോട്ടു പോകുമ്പോൾ അതിനുള്ള പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു. അടുത്ത ദിവസം കോളേജ് ഉണ്ടായിരുന്നില്ല. റാണി പുറത്തു പോയിരിക്കുകയായിരുന്നു. വീട്ടിൽ ആരുമില്ലാത്ത സമയം റാണിയുടെ ബാത്റൂമിലെ ഷവർ ഹെഡ് പൊട്ടിപ്പോയിരുന്നല്ലോ. അത് ശരിയാക്കാൻ വേണ്ടി ആരിസ് ആ ബാത്റൂമിൽ കയറി. അവനത് ശരിയാക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ഇതിനിടയിലാണ് റാണി വീട്ടിലേക്കെത്തുന്നത്. ബാത്റൂമിൽ ആരിസ് ഉണ്ടെന്ന കാര്യം റാണിക്ക് മനസ്സിലായിരുന്നു. റാണി ഇത്താത്ത തന്നെ വിളിച്ചു പറഞ്ഞ കാര്യം ആരിസിനോട് പറഞ്ഞു. ഇത്താത്ത നാട്ടിലെ വീട്ടിൽ പോയിരിക്കുകയാണ്. സലാറ്റികയിൽ നിന്ന് എന്തൊക്കെയോ പേപ്പർ എടുക്കാനുണ്ടത്രേ. അതുകൊണ്ട് വൈകിയേ വരൂ. വാൽവൊക്കെ ഫിറ്റ് ചെയ്ത് ഷവർ പ്രവർത്തിപ്പിച്ചു നോക്കാൻ ആരിസ് ശ്രമിച്ചു. പക്ഷെ പെട്ടെന്നായിരുന്നു ഫിറ്റ് ചെയ്ത വാൽവിന്റെ ഭാഗം മുകളിലേക്ക് തള്ളിപ്പോന്നത്. വെള്ളം അതിലൂടെ പുറത്തേക്ക് ചീറ്റുവാൻ ആരംഭിച്ചു. ആരിസ് ആകെ നനയാനും തുടങ്ങി. ആ ഭാഗം അടച്ചുപിടിക്കാൻ ആരിസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതങ്ങനെ എളുപ്പത്തിൽ സാധ്യമാവുന്നുണ്ടായിരുന്നില്ല. ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് റാണി ഓടിച്ചെന്നു. വാൽവിലൂടെ വെള്ളം ചീറ്റുന്നത് അടച്ചുപിടിക്കാൻ അവൾ ശ്രമിച്ചു. ആ ശ്രമത്തിനിടയിൽ ഇരുവരുമാകാൻ നനഞ്ഞു കുളിച്ചിരുന്നു. ഒടുവിൽ ഒരു തരത്തിൽ അത് പരിഹരിക്കാൻ ആരിസിന് സാധിച്ചു. തിരികെ ഇറങ്ങാൻ റാണി പോയപ്പോഴാണ് അവളുടെ കാല് തെന്നിയത്. വീഴാതിരിക്കാൻ ആരിസ് അവളെ പിടിച്ചു. ഇരുവരും വീണ്ടും അടുത്തടുത്ത് വന്നു. ആ ഒരു നിമിഷത്തിൽ അതിരുകൾ ലംഘിക്കപ്പെട്ടു. നിഷിദ്ധമായതെന്തോ അതവിടെ സംഭവിച്ചു. ഇരുവരും തമ്മിൽ ശാരീരിക ബന്ധം നടന്നു. റാണി അതിനെ എതിർക്കുകയോ വേണ്ടെന്ന് പറയുകയോ ചെയ്തില്ല. അവൾക്കും അതിന് താല്പര്യമുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ നിസ തിരികെ വന്നപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലായിരുന്നു ആരിസും റാണിയും പെരുമാറിയത്. ഒരു സംശയവും നിസയ്ക്ക് തോന്നിയതുമില്ല. അടുത്ത ദിവസം മാൻഡയുടെ ആന്റിയായ എസ്റ്റി അവരുടെ കഫയിലെത്തി. അവിടുള്ള ബേക്കറി ഐറ്റംസും ഉൽപ്പന്നങ്ങളും എല്ലാം തന്നെ എസ്റ്റിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. യോഗ കാർട്ടയിലേക്ക് അവരുടെ ഷോപ്പ് എക്സ്പാൻഡ് ചെയ്യുന്നതിനെ പറ്റി, ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പിനെ പറ്റി എസ്റ്റി മാൻഡയോടും നിസയോടും സംസാരിച്ചു. അവർക്കും അതിന് സമ്മതമായിരുന്നു. അവരുടെ പുതിയ ബ്രാഞ്ച് ലൊക്കേഷനായി എസ്റ്റിയുടെ ഒഴിഞ്ഞുകിടക്കുന്ന പ്രൈം ലൊക്കേഷനിലുള്ള വീട് തന്നെ ഉപയോഗിക്കാം എന്നായിരുന്നു എസ്റ്റി പറഞ്ഞത്. ഇതേസമയം മറുവശത്ത് ക്യാമ്പസിൽ വെച്ച് ആരിസും റാണിയും കണ്ടുമുട്ടുകയായിരുന്നു. വൈകിട്ട് വീട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് താൻ ഡ്രോപ്പ് ചെയ്യാം എന്ന് ആരിസ് പറഞ്ഞു. റാണിയും ആരിസിനൊപ്പം കാറിൽ കയറി. പക്ഷേ വീട്ടിലേക്ക് പോകുന്നതിന് പകരം ആരിസ് പോയത് അവിടെയുള്ള ഒരു ഹോട്ടലിലേക്കാണ്. പക്ഷേ റാണിയും അതിന് എതിർപ്പൊന്നും പറഞ്ഞില്ല. കുറ്റബോധമൊക്കെ ഉണ്ടെങ്കിലും ക്യൂരിയോസിറ്റിയും അട്രാക്ഷനും അവരെ വീണ്ടും ആ തെറ്റിന്റെ ഇരുട്ടിലേക്ക് തന്നെ തള്ളിയിട്ടു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാതിരുന്നത് വീണ്ടും വീണ്ടും സംഭവിച്ചു. വീട്ടിലെത്തുമ്പോഴോ നിസയ്ക്കൊരു സംശയവും തോന്നാത്ത മട്ടിൽ അവർ പെരുമാറി. ആരിസ് എത്തിയപ്പോ നിസ ആരിസിനോട് ആന്റിക്കൊപ്പം ചേർന്ന് പുതിയ ബ്രാഞ്ച് തുറക്കാൻ പോകുന്ന കാര്യത്തെപ്പറ്റി വിശദമായി പറഞ്ഞു. പക്ഷേ അവിടെ ബ്രാഞ്ച് തുടങ്ങുമ്പോ അതിന്റെ കാര്യങ്ങൾക്ക് അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും. കുറച്ചധികം ദൂരമുണ്ട്. എന്നും അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്ത് തിരിച്ചു വരൽ അത്ര പോസിബിൾ അല്ല. മാത്രമല്ല റമദാൻ മാസവും എത്തുകയാണ്. താൻ പുതിയ ബ്രാഞ്ച് ഓപ്പണിംഗിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ആരിസിന്റെ ഭക്ഷണമൊക്കെ എന്താകും? നിസ കുറച്ച് വറീഡായിരുന്നു. താൻ എന്തു ചെയ്യണം എന്നവൾ ആരിസിനോട് തന്നെ ചോദിച്ചു. പക്ഷേ ആരിസ് ഈ ബേക്കറി ബിസിനസ് നിന്റെ സ്വപ്നമായിരുന്നെന്നും അത് വളരാൻ അവസരം കിട്ടുമ്പോ വേണ്ടെന്ന് വെക്കുകയല്ല വേണ്ടത് എന്നും പറഞ്ഞ് ബ്രാഞ്ച് തുടങ്ങാൻ അവളെ എൻകറേജ് ചെയ്തു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം എന്നും ആരിസ് കൂട്ടിച്ചേർത്തു. അങ്ങനെ നിസ അതിനായി പുറപ്പെടാൻ തീരുമാനിച്ചു. പോകുന്നതിനു മുമ്പ് നിസ റാണിയോട് പറഞ്ഞു, മകളെയും ആരിസിനെയും ടേക്ക് കെയർ ചെയ്യണേ എന്നായിരുന്നു അവൾ പറഞ്ഞത്. പക്ഷേ റെസ്പോൺസിബിളായി ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം അത്രയേ അത് പറയുമ്പോൾ നിസ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. അതവരുടെ ഏറ്റവും നിഷിദ്ധമായ ബന്ധത്തിനുള്ള വഴിയാകും തുറക്കുക എന്ന് നിസ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല. അത് തന്നെ സംഭവിച്ചു. വീട്ടിൽ അവരിരുവരും മാത്രമായ സമയം അവസരങ്ങൾ അവരിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരുന്നു. വിശുദ്ധ മാസത്തിൽ പോലും എല്ലാ അതിർവരമ്പുകളും ഭേദിച്ച് അവരിരുവരും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. റാണി തന്റെ ഫോണിൽ സൂക്ഷിച്ചിരുന്ന ആരിസിന്റെ നമ്പർ ജുനൈദ് എന്ന പേരിലേക്ക് മാറ്റി. നിസയ്ക്ക് ഒരു സംശയവും തോന്നാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം നിസയും
ഹാരിസും നിസയുടെ ബെഡ്റൂമിൽ കിടന്ന് ആഘോഷിക്കുകയായിരുന്നു. പെട്ടെന്നാണൊട്ടും പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചത്. നിസ മുൻകൂട്ടി പറയാതെ ആ വീട്ടിലേക്ക് വന്നു. പക്ഷേ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും റാണി വേഗത്തിൽ ചാടിയിറങ്ങി അവരുടെ കട്ടിലിനടിയിൽ ഒളിച്ചു. ഹാരിസ് ഉറങ്ങുന്ന പോലെ അഭിനയിച്ചു. നിസ വസ്ത്രം മാറാനും മറ്റുമായി ഡ്രസ്സിംഗ് റൂമിന്റെ ഭാഗത്തേക്ക് പോയതും റാണി അവിടെ നിന്ന് വിദഗ്ധമായി പുറത്തു കടന്നു. വഞ്ചന തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒടുവിൽ പെരുന്നാളിന്റെ ദിവസം എത്തി. എല്ലാവരും ഒന്നിച്ചായിരുന്നു ഈദ് സെലിബ്രേറ്റ് ചെയ്തത്. അതിനായി അവർ സലാറ്റികയിലേക്ക് പോയി. ആഘോഷങ്ങൾക്കിടയിൽ നിസയുടെ അമ്മയുടെ ശ്രദ്ധയിൽ ചിലത് പെട്ടു. റാണി ഹാരിസിനെ നോക്കുന്ന വിധവും മറ്റും ഒട്ടും ശരിയായ രീതിയിലല്ല എന്നവർക്ക് തോന്നി. ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് സമറാഗിലേക്ക് തിരികെ പോകാൻ അവരിറങ്ങുമ്പോ ഉമ്മ റാണിയെ വിളിച്ചു മാറ്റി നിർത്തി. ഒപ്പം ഉപദേശിച്ചു, മനസ്സ് കൈവിട്ടൊന്നും തന്നെ ചെയ്തേക്കരുത്, ബോധത്തോടുകൂടി പ്രവർത്തിച്ചേക്കണം. അവർ തിരികെ സമറാങ്കിലെത്തി. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഹാരിസ് വീട്ടിൽ നിന്നിറങ്ങാൻ തുടങ്ങി. റാണിക്കൊപ്പം സമയം ചെലവഴിക്കാൻ വേണ്ടിയായിരുന്നു അത്. സെമിനാർ ഉണ്ടെന്നും മറ്റും പറഞ്ഞ് നിസയിൽ നിന്ന് ഒഴിവ് കഴിവുകൾ അയാൾ കണ്ടെത്തിക്കൊണ്ടിരുന്നു. നിസക്കും പതിയെ ഹാരിസിന്റെ ഈ സ്വഭാവമാറ്റത്തിൽ സംശയങ്ങൾ തോന്നി തുടങ്ങിയിരുന്നു. തന്റെ സുഹൃത്ത് മാൻഡയ്ക്കടുക്കൽ അവളത് ഡിസ്കസ് ചെയ്തു. മാൻഡ പറഞ്ഞത് അങ്ങനെ സംശയമുണ്ടെങ്കിൽ അവന്റെ ഫോണൊന്ന് ചെക്ക് ചെയ്യുന്നായിരുന്നു. ഏറ്റവും വലിയ അപകടം ചിലപ്പോൾ മുന്നറിയിപ്പ് ഒന്നും കൂടാതായിരിക്കും വരുന്നത് എന്നും മാൻഡ എടുത്തു പറയുന്നുണ്ടായിരുന്നു. അവൾ ഹാരിസിന്റെ ഫോൺ പരിശോധിച്ചു. പക്ഷെ അതിൽ നിന്നും അവൾക്കങ്ങനെ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. എന്നാലും അവളുടെ സംശയം കൂടി വന്നു. അടുത്ത ദിവസം പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിസ ഹാരിസിന്റെ ക്യാമ്പസിലെത്തി. ഹാരിസും അത് പ്രതീക്ഷിച്ചിരുന്നില്ല. റാണിക്കൊപ്പം പുറത്തു പോവാൻ പ്ലാൻ ചെയ്ത് ഹാരിസ് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. പക്ഷേ ഭക്ഷണവുമായിട്ടായിരുന്നു നിസ വന്നത്. താങ്കളുടെ ഒപ്പം ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചു വന്നതാണ് എന്ന് നിസ പറഞ്ഞപ്പോ ഹാരിസിന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റിയില്ല. മറുവശത്ത് ഹാരിസിനെ കാത്തിരുന്ന റാണിയാകട്ടെ വല്ലാതെ ദേഷ്യം പിടിച്ചിരുന്നു. ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം താൻ വെറുമൊരു ഡിസ്ട്രാക്ഷൻ മാത്രമാണെന്നും അല്ലാതെ ഹാരിസ് തന്നെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ റാണിക്ക് തോന്നി. അതിന്റെ പേരിൽ അന്ന് വൈകുന്നേരം അവർ തമ്മിൽ വലിയ വാക്കുതർക്കം പോലും നടന്നു. പക്ഷേ ഹാരിസ് റാണിയെ സമാധാനിപ്പിച്ചു. അവൾ വന്ന ശേഷമാണ് തന്റെ ജീവിതത്തിൽ ഒരു പുത്തൻ ഉണർവുണ്ടായതെന്നും നീ ഇങ്ങനൊന്നും പറയരുത് എന്നും ഹാരിസ് റാണിയോട് പറഞ്ഞു. അടുത്ത ദിവസം വീട്ടിൽ നിന്നിറങ്ങാൻ നേരം ഹാരിസ് നിസയ്ക്കടുക്കൽ പറഞ്ഞു, അന്ന് ക്യാമ്പസിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്, ചിലപ്പോ രാത്രി ഹോട്ടലിൽ തങ്ങേണ്ടി വരും. നിസയ്ക്ക് അതൊട്ടും വിശ്വസനീയമായിരുന്നില്ല. ആദ്യമായിട്ടാണ് അങ്ങനൊന്ന് സംഭവിക്കുന്നത്. നിസയുടെ സംശയം വർദ്ധിച്ചു. അതും പെട്ടെന്നാണ് ഇങ്ങനെ ഒരു മീറ്റിംഗിന്റെ കാര്യമൊക്കെ പറയുന്നത്. അത് തീർത്തും ഉചിതമായ ഒന്നാണെന്ന് അവൾക്ക് അനുഭവപ്പെട്ടതേയില്ല. അതുകൊണ്ട് തന്നെ ബേക്കറിയിലേക്ക് പുറപ്പെട്ട അവൾ വണ്ടി തിരിച്ച് നേരെ ഹാരിസ് പറഞ്ഞ ഹോട്ടലിലേക്ക് പോയി. ഹോട്ടലിൽ എത്തിയവൾ ഹാരിസിന്റെ പേരിൽ മുറി ബുക്ക്ഡ് ആയിട്ടുണ്ടോ എന്ന മട്ടിൽ ചോദിച്ചു. ഇല്ലെന്നായിരുന്നു റിസപ്ഷനിസ്റ്റ് പറഞ്ഞത്. അവൾ വല്ലാതെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുമ്പോ പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ഹാരിസ് കടന്നു വന്നത്. കൂട്ടത്തിൽ ഹാരിസിന്റെ കോവർക്കർ ജുനൈദും ഉണ്ടായിരുന്നു. അവളെ അവിടെ കണ്ട ഹാരിസ് അതിശയത്തോടെ അവളോട് പെരുമാറി. എന്താ ഇവിടെയെന്നൊക്കെ ചോദിച്ചു. ശാന്തമായി പിന്നാലെ ഹാരിസ് പറഞ്ഞു, ഞാൻ റൂം എടുത്തിട്ടില്ല, മീറ്റിംഗ് വിചാരിച്ചതിലും നേരത്തെ കഴിഞ്ഞു, അതുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങാമെന്ന് കരുതി നിൽക്കുകയായിരുന്നു. നിസയെ വിളിച്ച് അവിടുത്തെ ലോബിയിൽ ഹാരിസ് ചെന്നിരുന്നു. പിന്നാലെ ഒരു നല്ല വാർത്തയുണ്ട് എന്ന് അവളോടായി പറഞ്ഞു. യൂണിവേഴ്സിറ്റിയിൽ തനിക്ക് പ്രൊമോഷൻ ലഭിച്ചെന്നും അതിന്റെ മീറ്റിംഗ് ആണ് കഴിഞ്ഞതെന്നും ഈ ഒരു പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയാ കഴിഞ്ഞ കുറച്ച് നാളുകളായി നിന്റെ ഒപ്പമുള്ള സമയം പോലും മാറ്റിവെച്ച് ഞാൻ കഷ്ടപ്പെട്ടതെന്നും ഹാരിസ് കഥയടിച്ചു. അതൊക്കെ കേട്ടതും നിസയ്ക്ക് പെട്ടെന്ന് വല്ലാത്തൊരു കുറ്റബോധവും ഒരു ആശ്വാസവും തോന്നി. ഹാരിസിനെ താൻ സംശയിച്ചത് മോശമായി പോയി എന്നൊക്കെ അവൾ സ്വയം പറഞ്ഞു. അവനെ താൻ സംശയിച്ചതിനും ഫോളോ ചെയ്തതിനും നിസ അവനോട് ക്ഷമ ചോദിച്ചു. പക്ഷേ ഏറെ ശാന്തനായി അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് ഹാരിസ് പറഞ്ഞു, അതിൽ തെറ്റൊന്നുമില്ല. കുറച്ചു നാളുകളായുള്ള എന്റെ പ്രവൃത്തികൾ കണ്ടാൽ ആർക്കും അങ്ങനെയുള്ള സംശയങ്ങൾ തോന്നാം. നീയും അതുകൊണ്ട് സംശയിച്ചെന്നേ ഉള്ളൂ. പക്ഷേ അത് നിന്റെ തെറ്റിദ്ധാരണകൾ കൊണ്ടുകൂടിയായിരുന്നു. പക്ഷേ നിസ അറിയാത്ത വലിയൊരു സത്യമുണ്ടായിരുന്നു. ഇതെല്ലാം റാണിയുടെ പദ്ധതിയായിരുന്നു. അവരുടെ ബന്ധത്തിൽ നിസയ്ക്ക് സംശയമുണ്ടെന്നും നിസ ഹാരിസിന്റെ പിന്നാലെയുണ്ടെന്നും റാണിക്ക് തോന്നിയിരുന്നു. അതിന് ഒരു തടയിടാനായിരുന്നു ഹാരിസിനെ കൊണ്ട് ഇത്തരത്തിലൊരു ഡ്രാമ റാണി പറഞ്ഞ് പ്ലേ ചെയ്യിപ്പിച്ചത്. ആ മീറ്റിംഗ് പോലും ഹോട്ടലിൽ വെച്ച് നടത്താൻ പദ്ധതി ഉണ്ടായിരുന്നതല്ല. ഹാരിസ് ആയിരുന്നു ജുനൈദിനോട് പറഞ്ഞ് ഹോട്ടലിലേക്ക് ആ മീറ്റിംഗ് മാറ്റിയത്. നിസയെ കൃത്യമായി ലീഡ് ചെയ്യിച്ച് അങ്ങോട്ടേക്ക് ഹാരിസ് എത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ തന്റെ സംശയങ്ങളൊക്കെ തെറ്റാണ് എന്ന് നിസയ്ക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇനി അങ്ങോട്ടേക്ക് നിസ ഹാരിസിനെ ചോദ്യം ചെയ്യില്ല, പൂർണ്ണമായി വിശ്വസിക്കുകയേ ഉള്ളൂ. റാണി പറഞ്ഞ പദ്ധതി ഭംഗിയായി നടപ്പിലായിരിക്കുന്നു. അതോടെ റാണിക്കും ഹാരിസിനും കൂടുതൽ അവസരങ്ങൾ തുറന്നു കിട്ടി. ആ ഹോട്ടൽ അവരുടെ ഏറ്റവും സുരക്ഷിതമായ ഇടമായി മാറി. നിസ ഒരിക്കലും ഇനി സംശയിക്കില്ലാത്ത ഒരിടം. ഇതിനിടയിൽ നടക്കുന്നത് എന്താണ് എന്ന് ജുനൈദിന് ഏറെക്കുറെ മനസ്സിലായിരുന്നു. ഒരിക്കൽ ജുനൈദ് ഹാരിസിനോട് സംസാരിച്ചു, തമാശ രൂപേണ. പക്ഷേ പശ്ചാത്തലത്തിൽ അർത്ഥം
സങ്കടങ്ങൾ ഒളിപ്പിച്ച രീതിയിലായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. നുണകൾ ഒരിക്കലും ഒറ്റയ്ക്ക് സഞ്ചരിക്കാറില്ല. അതിന്റെ കൂട്ടത്തിൽ എപ്പോഴും കലാപവും നാശവും ഉണ്ടാകും. ഒടുവിൽ എല്ലാം തകർന്നടിയുന്നിടത്തായിരിക്കും അത് അവസാനിക്കുക. എല്ലാം അങ്ങനെ മുമ്പോട്ട് പോവുകയായിരുന്നു. പക്ഷേ ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. നിസ സഞ്ചരിക്കുന്ന വഴി മുഴുവൻ ബ്ലോക്കായിരുന്നു. റൈയെ പിക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അക്കാര്യം ആവശ്യപ്പെടാൻ ആരിസിനെ നിസ ഫോൺ ചെയ്തു. ഫോണെടുത്ത ആരിസ് ആകട്ടെ താൻ ക്യാമ്പസിലാണെന്നായിരുന്നു പറഞ്ഞത്. പിന്നാലെ കോൾ കട്ട് ചെയ്യാൻ ആരിസ് ബട്ടൺ ഞെക്കിയെങ്കിലും നോക്കാതെ ഞെക്കിയപ്പോൾ തെറ്റായ ബട്ടണിലായിരുന്നു അയാൾ ഞെക്കിയത്. കോൾ കട്ടായിട്ടുണ്ടായിരുന്നില്ല. ആരിസ് ഫോണുമായി ഹോട്ടൽ മുറിക്കകത്തേക്ക് ചെന്നു. അവിടെ റാണിയുമുണ്ടായിരുന്നു. ഇന്റിമേറ്റ് സംഭാഷണങ്ങളുമായി റാണിയുമായി അയാൾ സമയം ചെലവിടാൻ തുടങ്ങി. ഞെട്ടലോടെ ഇതെല്ലാം ഫോണിലൂടെ നിസ കേൾക്കുന്നുണ്ടായിരുന്നു. അവളുടെ ലോകം തലകീഴായി മറിയുന്ന പോലെ അവൾക്ക് തോന്നി. താനൊട്ടും പ്രതീക്ഷിക്കാത്തത്, ഏറ്റവും മോശമായത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ സംഭാഷണങ്ങൾ അത്രയും വേഗത്തിൽ അവൾ ഫോണിൽ റെക്കോർഡ് ചെയ്തെടുത്തു. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. കണ്ണിൽ ഇരുട്ടുകയറി. വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ, സങ്കടം, ദേഷ്യം, ഹൃദയം തകർന്നിരിക്കുന്നു. എല്ലാം ഒരുമിച്ചവൾ അനുഭവിച്ചു. ഏറെ വേദനയോടെയായിരുന്നു ഡ്രൈവ് ചെയ്തവൾ വീട്ടിലെത്തിയത്. ആരിസ് അന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ അവൾ പൊട്ടിത്തെറിച്ചു. ആരിസിനെ ചോദ്യങ്ങൾ കൊണ്ട് മൂടി. റെക്കോർഡിംഗ് പ്ലേ ചെയ്യിപ്പിച്ചു. ഈ ലോകത്ത് മറ്റനേകം സ്ത്രീകളുണ്ടായിട്ടും എന്റെ സഹോദരിയെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? അവളുടെ ചോദ്യങ്ങളിൽ നിസ്സഹായതയും ക്രോധവും നിറഞ്ഞിരുന്നു. ആരിസ് നിസയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. നിയന്ത്രണം വിട്ട നിസയാകട്ടെ പൊട്ടിത്തെറിച്ച് വീട്ടിലെ ഓരോ വസ്തുക്കളും വലിച്ചെറിഞ്ഞ് പൊട്ടിക്കാൻ തുടങ്ങി. നീണ്ട് അത് ബെഡ്റൂമിലേക്കെത്തി. ബെഡ് കുലുക്കിയപ്പോൾ അതിനിടയിൽ കുടുങ്ങിയിരുന്ന ഒരു ബ്രേസ്ലെറ്റ് താഴേക്ക് വീണു. റാണിക്ക് പണ്ട് നിസ സമ്മാനമായി കൊടുത്തിരുന്ന ബ്രേസ്ലെറ്റ്. അതോടെ തങ്ങളുടെ ബെഡ്റൂമിൽ വെച്ചുപോലും അരുതാത്തത് സംഭവിച്ചിരിക്കുന്നു എന്ന് നിസയ്ക്ക് ബോധ്യപ്പെട്ടു. താൻ തന്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ സഞ്ചരിച്ചപ്പോൾ തന്റെ ഭർത്താവും സഹോദരിയും ചേർന്ന് തന്നെ ചതിക്കുകയായിരുന്നു. ആരിസ് ആകട്ടെ നിസയോട് മാപ്പ് പറഞ്ഞുകൊണ്ടേയിരുന്നു. ക്ഷമിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ എല്ലാ പരിധികളും വിട്ടിരുന്നു. നിസയ്ക്ക് ക്ഷമിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു അത്. ഹോട്ടലിൽ നിന്ന് റാണി സലാറ്റികയിലെ വീട്ടിലേക്ക് പോയിരുന്നതുകൊണ്ട് റാണിയെ എതിരിടാൻ നിസയ്ക്ക് പറ്റിയിരുന്നില്ല. നിസ അവിടെ നിന്ന് നേരെ പുറപ്പെട്ടത് സലാറ്റികയിലെ തന്റെ വീട്ടിലേക്കാണ്. അവിടെ വെച്ച് റാണിയെ അവൾ എതിരിട്ടു. ഉള്ളിൽ കുമിഞ്ഞുകൂടിയ സങ്കടങ്ങളൊക്കെ അവൾ കോപത്തോടെ തുപ്പി. നടന്നതൊക്കെ കേട്ട് അവിടെ ഉണ്ടായിരുന്ന അവരുടെ ഉമ്മ അക്ഷരാർത്ഥത്തിൽ തകർന്നു പോയിരുന്നു. എന്തോ മോശമായതുണ്ട് എന്നവർ ചിന്തിച്ചിരുന്നെങ്കിലും അതിത്രമേൽ മോശമായതായിരിക്കും എന്നാ ഉമ്മ ഒട്ടും ചിന്തിച്ചിരുന്നില്ല. കണ്ണീരോടെ ആ ഉമ്മ നിസയോട് ക്ഷമ ചോദിച്ചു. താനാണല്ലോ റാണിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പറഞ്ഞയച്ചത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത്. ഒരു മാതാവെന്ന രീതിയിൽ അവർ പരാജയപ്പെട്ടിരുന്നു. പക്ഷേ റാണിക്കാകട്ടെ ഒരു പശ്ചാത്താപവും ഉണ്ടായിരുന്നില്ല. മറിച്ച് ഒരിക്കലും തന്റെ ഉമ്മ തന്നെ വിശ്വസിച്ചിട്ടില്ലെന്നും ഇപ്പോഴും മൂത്തമകൾ പറയുന്നത് മാത്രമാണ് വിശ്വസിക്കുന്നത് എന്നൊക്കെയായിരുന്നു റാണി പറഞ്ഞത്. എല്ലാം കൊണ്ടും നിസയ്ക്ക് മതിയായിരുന്നു. അവൾ കയ്യോങ്ങി റാണിയെ അടിച്ചു. അത് അവിടെ നിന്നും സഹോദരങ്ങൾ തമ്മിലുള്ള വാക്കുതർക്കത്തിലേക്കും ഏറ്റുമുട്ടലിലേക്കും കടക്കാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടുനിന്ന അവരുടെ മാതാവ് പെട്ടെന്ന് കുഴഞ്ഞു വീണു. ഇരുവരും ഉമ്മയെടുത്ത് ആശുപത്രിയിലേക്ക് പാഞ്ഞു. ചികിത്സയിൽ ഒരു കാര്യം വ്യക്തമായി. അവർക്ക് സ്ട്രോക്ക് വന്നിരിക്കുന്നു. ഉടനടി സർജറി വേണം. ഉടൻ തന്നെ സർജറി നടന്നു. പക്ഷേ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു സർജറി കൊണ്ട് ഒരുപക്ഷെ ഓർമ്മകൾ നഷ്ടപ്പെട്ടേക്കാമെന്ന്. അത് തന്നെ സംഭവിച്ചു. സർജറി കഴിഞ്ഞപ്പോൾ ആ ഉമ്മയ്ക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. നിസയുടെ കൂടെ താൻ നിന്നോട്ടെ എന്ന മട്ടിൽ ആ ഉമ്മ ചോദിച്ചു. മാതാവിനെ സംരക്ഷിക്കുകയല്ലാതെ നിസയ്ക്ക് മറ്റു വഴിയുണ്ടായിരുന്നില്ല. മനസ്സില്ലാ മനസ്സോടെ തന്റെ ഉമ്മയെ സമറാങ്ങിലേക്ക് അവൾ കൂട്ടിക്കൊണ്ടുപോയി. ആരിസിന്റെ വീട്ടിലേക്ക് തന്നെ നിസക്ക് തിരികെ ചെല്ലണമായിരുന്നു. പക്ഷെ തന്റെ ഉമ്മയ്ക്ക് വേണ്ടി വേദന കടിച്ചു പിടിച്ചിട്ടാണെങ്കിലും അവൾ അത് ചെയ്തു. തന്റെ മാതാവിനെ അവൾ പരിപാലിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ ആരിസ് പലപ്പോഴായി നിസയോട് അടുപ്പം സ്ഥാപിക്കാനും തെറ്റുകൾക്ക് മാപ്പപേക്ഷിക്കാനുമൊക്കെ ശ്രമിച്ചെങ്കിലും നിസ അതിനൊന്നും ചെവികൊടുത്തതേയില്ല. അവളെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിലെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും അത്രമേൽ ഭാരമേറിയതായിരുന്നു. തന്റെ പ്രിയ സുഹൃത്തിനടുക്കൽ അവളെല്ലാം ഷെയർ ചെയ്തു. എങ്ങനെ ഓരോന്നും കൃത്യമായിടത്തെത്തിക്കും എന്നതിനെപ്പറ്റി അവൾ ആലോചിച്ചു. ഒരു ഘട്ടത്തിൽ അവൾ സ്വയം കുറ്റപ്പെടുത്തി. താൻ ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതുകൊണ്ടാണോ ആരിസ് ഇത്തരത്തിൽ വഴിപിഴച്ചു പോയതെന്ന്. പക്ഷേ മാൻഡ അവളെ തിരുത്തി. അവർ പറഞ്ഞു, അതെല്ലാം ആരിസിന്റെ സ്വന്തം തീരുമാനമായിരുന്നു. നീ ഒരിക്കലും നിന്നെ കുറ്റപ്പെടുത്തേണ്ടതില്ല. നേർവഴിക്ക് പോകാനും തെറ്റായ രീതിയിൽ പോകാനും അവന് ചോയ്സ് ഉണ്ടായിരുന്നു. മറുവശത്ത് റയ്യയാകട്ടെ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം വെറും കുട്ടിയായിരുന്നു. ഒരിക്കൽ അവൾ തന്റെ വാപ്പയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഉമ്മയെപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. ആരിസിന് മറുപടി ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ഹോം നേഴ്സ് ഉമ്മയെ പരിപാലിക്കുമ്പോൾ നിസ പ്രാർത്ഥനയിൽ അഭയം തേടിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അടുത്ത മുറിയിൽ നിന്ന് വലിയ ശബ്ദം കേട്ടത്. റാണി നിർത്താതെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിസ മനസ്സില്ലാ മനസ്സോടെ
കൂടെ എന്താണെന്ന് നോക്കുവാൻ പോയി. പക്ഷേ അറിഞ്ഞ വിവരം അക്ഷരാർത്ഥത്തിൽ അവളെ ഉടച്ചു കളയുന്നതായിരുന്നു. റാണി ഗർഭിണിയാണ്. ആരിസാണ് റാണിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ പിതാവ്. നിസയ്ക്കുണ്ടായിരുന്ന അവസാന പിടിവള്ളിയായിരുന്ന സ്ട്രെങ്ത്തും തച്ചുടച്ചു കളയുന്ന ഒരു വാർത്തയായിരുന്നു അത്. നിസ ആരിസിനെതിരെ തിരിഞ്ഞു. അത്രമേൽ വേദനയോടെ ആരിസിന്റെ പ്രവൃത്തികളെ ചോദ്യം ചെയ്തു, കുറ്റപ്പെടുത്തി. തന്റെ ജീവിതം പൂർണ്ണമായി ഇല്ലാതായതായി, നിങ്ങൾ നശിപ്പിച്ചതായി അവൾ വേദനയോടെ അലറി. ഒരു ഭാര്യ എന്ന രീതിയിലും സഹോദരി എന്ന രീതിയിലും താനിപ്പോൾ ഇല്ലാതായിരിക്കുന്നു. റാണി നാണക്കേടുകൊണ്ട് ആകെ ചുവന്നു. തന്റെ സഹോദരിയോട് മാപ്പപേക്ഷിച്ചു. അത്രനാളും ആരിസുമായി ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു റാണി. ഒക്കെയും തകർന്നിരിക്കുന്നു. നിസയ്ക്കൊരിക്കലും റാണിയോട് ക്ഷമിക്കാൻ സാധിച്ചില്ല. നീ എന്റെ സഹോദരിയല്ല എന്നുപോലും അവൾ അലറി പറഞ്ഞു. വീൽചെയറിൽ അങ്ങോട്ടേക്കെത്തിയ അവരുടെ മാതാവ് അതൊക്കെ കേട്ടിരുന്നു. നഷ്ടപ്പെട്ടു പോയിരുന്ന ഓർമ്മകൾക്കിടയിലും അവർക്കൊരു കാര്യം അറിയാമായിരുന്നു, അവരൊരു കുടുംബമാണെന്ന്. ഒക്കെ നിർത്തുന്ന അവരിൽ നിന്നുള്ള വാർത്ത അവരുടെ ജീവൻ എടുത്തുകൊണ്ടാണ് പുറത്തു വരുന്നത് എന്ന് ആ കേട്ടവരാരും അപ്പോൾ ചിന്തിച്ചിരുന്നില്ല. ആ മാതാവ് മരണപ്പെട്ടു. എല്ലാവരും ഞെട്ടലോടെ അത് നോക്കിക്കണ്ടു. റാണിയും നിസയും പൊട്ടിക്കരഞ്ഞു. ഉമ്മയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം നിസ ഒരു ഉറച്ച തീരുമാനമെടുത്തു. ആരിസിനെ വിട്ട് താൻ തന്റെ ജീവിതം നോക്കി പോവാൻ പോകുന്നു. എന്തുകൊണ്ടാണ് തന്റെ മാതാപിതാക്കൾ ഒന്നിച്ചു ജീവിക്കാത്തത് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകവും ബോധവും കുട്ടിയായ റയയ്ക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഒന്നിച്ചിനിയുള്ള ജീവിതം ദുഃഖങ്ങൾ മാത്രമേ നൽകൂവെന്ന് നിസയ്ക്കുറപ്പായിരുന്നു. ആരിസിന്റെ ജീവിതത്തിലും തെറ്റുകളുടെ ഭവിഷ്യത്തുകൾ വന്നു തുടങ്ങി. വിദ്യാർത്ഥിനിയുമായുള്ള ബന്ധം കോളേജിൽ അറിഞ്ഞു. റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്ന് പറഞ്ഞ് ആരിസിനെ കോളേജിൽ നിന്ന് തന്നെ പുറത്താക്കി. ജീവിതം മുമ്പോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നു. നിസ തന്റെ ബേക്കറി ബിസിനസ്സിൽ ഫോക്കസ് ചെയ്തു. അവളുടെ ബിസിനസ് വളരെയധികം മെച്ചപ്പെട്ടു. ജീവിതവും മെച്ചപ്പെട്ട് മുമ്പോട്ടേക്ക് പോവാൻ തുടങ്ങി. മറുവശത്ത് റാണിയാകട്ടെ എല്ലായിടത്തു നിന്നും ഒറ്റപ്പെട്ടിരുന്നു. തന്റെ പ്രഗ്നൻസി ഒറ്റയ്ക്ക് അവൾക്ക് മാനേജ് ചെയ്യേണ്ടി വന്നു. കുറ്റബോധം അവളിൽ നിറഞ്ഞിരുന്നു. എല്ലായിടത്തു നിന്നുള്ള അപമാനങ്ങളും അവൾ കേൾക്കേണ്ടി വന്നു. നിസയുടെ ജീവിതത്തിൽ നിന്നും അവൾ മാറി നടന്നിരുന്നു. നിസയെ പിന്നീട് ഫേസ് ചെയ്യാൻ ഒരിക്കലും അവൾക്ക് സാധിച്ചില്ല. തന്റെ മകൾക്കൊപ്പം നിസ തന്റെ ജീവിതം മുമ്പോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.